തേജസ്സേറും നിൻ മുഖമെൻ ഹൃദയത്തിനാനന്ദമേ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. നമ്മളെ തന്നെ ഹൃദയം കൊണ്ട് സമർപ്പിച്ച് ഇന്ന് പകലിലെ കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് അടുത്തു വരുമ്പോൾ മാധുര്യമാണ് കർത്താവിന്റെ മുഖം. മാധുര്യമാ നിൻ മൊഴികൾ തണുപ്പിക്കുന്ന ഹൃദയം. മാധുര്യമാ നിൻ മൊഴികൾ ചൂടേറ്റിരിക്കുന്ന അവസ്ഥയിൽ തണുപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേറും നിൻ മുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേറും നിൻ മുഖമെൻ ഹൃദയത്തിനാനന്ദമേ. അവർക്കും അല്ലാതിരിപ്പിടങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് 61-ാമത്തെ സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിക്കാം. ഈ സമയത്ത് ബെർണാഡ് ബ്രദർ മുന്നോട്ട് കടന്നു വന്ന് സങ്കീർത്തന വായനയിൽ നമ്മെ ലീഡ് ചെയ്യും. ദൈവത്താമത്തെ മഹത്വമാകട്ടെ. നമുക്ക് സങ്കീർത്തനം 61 നമുക്ക് ഗാന പ്രതിഗാനമായി പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. അവസാന 2 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. സങ്കീർത്തനം Psalm 61. ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. നീ എനിക്കൊരു സങ്കേതവും ശത്രുവിൻ്റെ നേരെ ഉറപ്പുള്ള ഗോപുരവുമായിരിക്കുന്നുവല്ലോ. ദൈവമേ, നീ എൻ്റെ നേർച്ചകളെ കേട്ടു, നിൻ്റെ നാമത്തെ ഭയപ്പെടുന്നവൻ്റെ അവകാശം എനിക്ക് തന്നുമിരിക്കുന്നു. നമുക്ക് ചേർന്ന് വായിക്കാം. അവൻ എന്നേക്ക് ദിവസങ്ങളിൽ വസിക്കും, അവനെ പരിപാലിക്കേണ്ടതിന് ദൈവം വിശ്വസ്യം കൽപ്പിക്കണമേ. അങ്ങനെ ഞാൻ തിരുനാമത്തെ എന്നേക്കും കീർത്തിക്കുകയും എൻ്റെ നേർച്ചകളെ നാൾ തോറും കഴിക്കുകയും ചെയ്യും. ആമേൻ. നമ്മോട് കൂടെയുള്ള ദൈവസാന്നിധ്യം, നമ്മെ വഴി നടത്തുന്ന ദൈവസാന്നിധ്യം. ഹല്ലേലൂയ. അവൻ്റെ ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം വർണ്ണിക്കാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. അല്പസമയം നമ്മുടെ അടുത്തിരിക്കുന്ന വ്യക്തികളെ ഒന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട. നിത്യനായ ദൈവത്തിന് മുമ്പാകെ നാം കടന്നു വന്നത്. അങ്ങനെയെങ്കിൽ ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കാനായി ഞങ്ങളങ്ങനെ അടുത്തേക്ക് അടുത്ത് വരുന്നെന്ന് പറഞ്ഞു ദൈവത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു. ദൈവത്തിൻ സ്നേഹത്തിൻ ആഴമിത് വർണ്ണിപ്പാനാവിനാലാവതില്ലേ. എത്രയോ ശ്രേഷ്ഠമാം തൻ കൃപകൾ എന്നെന്നും ഓർത്തിടും വൻ കൃപയാ. ദൈവത്തിൻ സ്നേഹത്തിൻ ആഴമിത് വർണ്ണിപ്പാനാവിനാലാവതില്ലേ. എത്രയോ ശ്രേഷ്ഠമാം വൻ കൃപകൾ എന്നെന്നും ഓർത്തിടും തൻ കൃപയാൽ. കൃപയാൽ കൃപയാൽ
കൃപയാൽ നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയിത്. നിന്ദകളേറിടും വേളകളിൽ, പഴുദുഷിയേറിടും നാളുകളിൽ, തളരാതെ മനം കരുതുന്നവൻ താങ്ങിടും നിത്യവും തൻ കൃപയാൽ. നിന്ദകളേറിടും വേളകളിൽ, പഴുദുഷിയേറിടും നാളുകളിൽ, മനം കരുതുന്നവൻ താങ്ങിടും നിത്യവും തൻ കൃപയാൽ. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയിത്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയിത്. ഉറ്റവരെ വരും കൈവീഴുമ്പോൾ കൂട്ടിനവൻ എൻ്റെ കൂടെ വരും. മരണത്തിൻ താഴ്വര കൂടിടുമ്പോൾ എല്ലാം ഭയമെനിക്ക് യേശുവില്ല. ഉറ്റവരെ വരും കൈവീഴുമ്പോൾ കൂട്ടിനവൻ എൻ്റെ കൂടെ വരും. മരണത്തിൻ താഴ്വര കൂടിടുമ്പോൾ എല്ലാം ഭയമെനിക്ക് യേശുവില്ല. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയിത്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ ആയിരമായിരം ആയിരമായിരം നന്മകളാൽ നാളുകൾ ഓർത്തിടുമ്പോൾ സാരാമില്ലേശം മാറിടുവേ. നാഥനവനെന്നും കൂടെയുണ്ട്. ആയിരമായിരം നന്മകളാൽ പ്രാപിച്ച നാളുകൾ ഓർത്തിടുമ്പോൾ സാരാമില്ലേശം മാറിടുവേ. നാഥനവനും കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയിത്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ ദൈവത്തിൻ സ്നേഹം. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയിത്. ദൈവത്തിൻ സ്നേഹത്തിൻ ആഴമിത്. വർണ്ണിപ്പാൻ നാവിനാലാവില്ലേ. എത്രയോ ശ്രേഷ്ഠമാം തൻ കൃപകൾ എന്നെന്നും ഓർത്തിടും കൃപയാ. ദൈവത്തിൻ സ്നേഹത്തിൻ ആഴമിത്. വർണ്ണിപ്പാൻ നാവിനാലാവില്ലേ. എത്രയോ ശ്രേഷ്ഠമാം തൻ കൃപകൾ എന്നെന്നും ഓർത്തിടും കൃപയാൽ. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയിത്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയിത്. നിന്ദകളേറിടും വേളകളിൽ, പഴുദുഷിയേറിടും നാളുകളിൽ തകർന്നിടാതെ മനം കരുതുന്നവൻ താങ്ങിടും നിത്യവും തൻ കരത്താൽ. നിന്ദകളേറിടും വേളകളിൽ,
ശക്തിയത്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. ഓ കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയത്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയത്. ഉറ്റവരെ വരും കൈയിടുമ്പോ കൂട്ടിനവൻ എന്റെ കൂടെ വരും. മരണത്തിൽ താഴ്വര പുകിടുമ്പോ തെല്ലും ഭയം എനിക്ക് യേശുവില്ല. ഉറ്റവരെ വരും കൈയിടുമ്പോ കൂട്ടിനവൻ എന്റെ കൂടെ വരും. മരണത്തിൽ താഴ്വര പുകിടുമ്പോ തെല്ലും ഭയം. ശബ്ദത്തോടെ കൃപയാൽ 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 എന്നിൽ സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയത്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയത്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയത്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയത്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയത്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 നിത്യം പകർന്നൊരു ശക്തിയത്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 നിത്യം പകർന്നൊരു ശക്തിയത്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 നിത്യം പകർന്നൊരു ശക്തിയത്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 സാന്നിധ്യത്തിന്റെ ആഴത്തിലേക്ക് ഇന്ന് പകലിൽ കടക്കാൻ കഴിയുന്ന ജലത്തിൽ ഇന്ന് പകല് ഞങ്ങളെ ആരാധിക്കുന്നമ്മ, ഞങ്ങളെ ശ്രുതിക്കുന്ന കർത്താവേ.
you, Master. Rakshamanadiyandala Haushashanadiyandale. Astal Praushanadiyandala. Thank you, Lord. Thank you, Jesus. Oh, hallelujah, hallelujah, hallelujah. കൃപ ഒന്നുള്ളത് കൊണ്ട് മാത്രമാണ് നാം ദൈവസന്നിധിയിലായിരിക്കുന്നത്. ദൈവമേ, എൻ്റെ കഴിവിലുപരി, എൻ്റെ മെച്ചത്തിലുപരി, എൻ്റെ മേന്മയിലുപരി അങ്ങ് എന്നോട് കാണിച്ച ദയക്കായി നന്ദി എന്ന് പറയാം. ദൈവമേ, പുകഴാനൊന്നുമില്ല നാഥ. മേലെ നല്ലതെന്ന് പറയാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. പക്ഷേ എൻ്റെ സ്തുതിയും എൻ്റെ അതരത്തിൽ നിന്ന് വീണ ഹല്ലേലൂയ മുറിവാക്കുകളും എല്ലാം അങ്ങ് കർത്താവേ സ്വീകരിച്ചതിനാൽ നന്ദി എന്ന് പറഞ്ഞ് വീണ്ടും ദൈവസന്നിധിയിൽ നമുക്ക് ആരാധനയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധൻ പരിശുദ്ധൻ മഹത്വം തൻ നാമത്തിന് വിശുദ്ധിയിൽ ഭയങ്കരനെ വണങ്ങുന്നു തിരുസന്നിധി പരിശുദ്ധൻ പരിശുദ്ധൻ മഹത്വം തൻ നാമത്തിന് വിശുദ്ധിയിൽ ഭയങ്കരനെ വണങ്ങുന്നു തിരുസന്നിധി ആരാധിക്കുന്നു അങ്ങയെ മാത്രം കുമ്പിടുന്നു തിരുപാദപീഠേ ഉയർത്തിയിടും ഞാൻ തിരുനാമം അഖിലം നീ മാത്രം യേശുവേ ആരാധിക്കുന്നു അങ്ങയെ മാത്രം കുമ്പിടുന്നു തിരുപാദപീഠേ ഉയർത്തിയിടും ഞാൻ തിരുനാമം അഖിലം നീ മാത്രം യേശുവേ എൻ കർത്താവിൻ മഹത്വം ആർക്കു വർണ്ണിക്കാം എൻ കർത്താവിൻ തേജസ്സേ ആർക്കു ദർശിക്കാം കർത്താവിൻ മഹത്വം ആർക്കു വർണ്ണിക്കാം എൻ കർത്താവിൻ തേജസ്സേ ആർക്കു ദർശിക്കാം നിനക്കു തുല്യനായി നീ മാത്രം യേശുവേ നീ മാത്രം യേശുവേ നിനക്കു തുല്യനായി നീ മാത്രം യേശുവേ നീ മാത്രം യേശുവേ ആരാധിക്കുന്നു അങ്ങയെ മാത്രം കുമ്പിടുന്നു Yes, Lord. ഉയർത്തിയിടും ഞാൻ തിരുനാമം അഖിലം നീ ആരാധനയോടെ
കർത്താവിൻ സ്നേഹത്തെ ആർക്കറിഞ്ഞിടാം. എൻ കർത്താവിൻ കൃപകൾ ആർക്കറിഞ്ഞിടാം. എൻ കർത്താവിൻ സ്നേഹത്തെ ആർക്കറിഞ്ഞിടാം. എൻ കർത്താവിൻ കൃപകൾ ആർക്കറിഞ്ഞിടാം. നിനക്കു തുല്യനായി നീ മാത്രം യേശുവേ, നീ മാത്രം യേശുവേ. നിനക്കു തുല്യനായി നീ യേശുവേ, നീ മാത്രം യേശുവേ. ആരാധിക്കുന്നു അങ്ങയെ കുമ്പിടുന്നു തിരുപാദപീഠേ ഉയർത്തിയിടും ഞാൻ അഖിലം നീ ആരാധനയോടെ ആരാധിക്കുന്നു അങ്ങയെ മാത്രം കുമ്പിടുന്നു തിരുപാദപീഠേ ഉയർത്തിയിടും ഞാൻ തിരുനാമം അഖിലം നീ മാത്രം യേശുവേ. ആരാധിക്കുന്നു അങ്ങയെ മാത്രം കുമ്പിടുന്നു തിരുപാദപീഠേ ഉയർത്തിയിടും ഞാൻ തിരുനാമം അഖിലം നീ മാത്രം യേശുവേ. ദൈവമേ, അങ്ങ് മാത്രമേ ഉള്ളൂ. ആരാധനയ്ക്ക് യോഗ്യനായ അങ്ങ് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് ഈ പകൽക്കാലം ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നേ, ഹല്ലേലൂയ, കടന്നു വന്നതുപോലെ തിരിച്ചു പോകാൻ നാം ആഗ്രഹിക്കല്ലേ. ഒരു ദൈവത്തിൻ്റെ സ്പർശനം ആഗ്രഹിക്കണം. അല്ലെങ്കിൽ നമ്മുടെ കൂടി വരവുകളെല്ലാം ഹല്ലേലൂയ ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ തിരിച്ചറിയുന്ന നിമിഷങ്ങളായി മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവമേ, ഹല്ലേലൂയ, ദൈവം യാദൃശ്ചികമായിട്ടല്ല നമ്മുടെ കൂടിവരവുകളെ ഹല്ലേലൂയ തീർത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് ഇവിടെ കടന്നു വന്നത് ഹല്ലേലൂയ എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി എന്നിൽ നിറവേറാൻ ഒരു മുഖാന്തരമാകുമെന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ വിശ്വസിക്കാൻ തുടങ്ങണം. അതേ ശത്രുവായവൻ പല രീതിയിലുള്ള തന്ത്രങ്ങൾ മെനയുമ്പോൾ അവിടെ എല്ലാം വിജയകരമായി ജീവിതം മുന്നോട്ട് നയിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടിയേ തീരൂ. അങ്ങനെയെങ്കിൽ ദൈവത്തിന് മുമ്പാകെ വീണ്ടും ഏൽപ്പിച്ചു കൊടുക്കാം. ഏകമനസ്സോടെ ഏകാഗ്ര ഹൃദയത്തോടെ വീണ്ടും ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. ആകാശലക്ഷണങ്ങൾ കണ്ടോ കണ്ടോ, ക്ഷമാഭൂകമ്പ ശബ്ദം കേട്ടോ കേട്ടോ. ആകാശലക്ഷണങ്ങൾ കണ്ടോ കണ്ടോ, ക്ഷമാഭൂകമ്പ ശബ്ദം കേട്ടോ കേട്ടോ. സ്വർഗമണവാളനെ വിളിക്കാൻ മധ്യാകാശം ഒരുങ്ങുകയത്രേ. സ്വർഗമണവാളനെ വിളിക്കാൻ മധ്യാകാശം ഒരുങ്ങുകയത്രേ. കാണുമോ നീ കർത്തൻ വരവിൽ, കേൾക്കുമോ കാഹള ശബ്ദത്തെ. കാണുമോ നീ കർത്തൻ വരവിൽ, കേൾക്കുമോ കാഹള ശബ്ദത്തെ. പ്രിയ
പ്രിയാനിൻ വരവേറ്റം ആസന്നമേ, പ്രതിഫലം ലഭിക്കുന്ന നിശ്ചയമേ. പ്രിയാനിൻ വരവേറ്റം ആസന്നമേ, പ്രതിഫലം ലഭിക്കുന്ന നിശ്ചയമേ. മുൻപന്മാരായ പിൻപന്മാരായ മുമ്പന്മാർ ഏവരും കാണുമത് നാം കർത്താവിൻ കൊയ്ത്തുദിനത്തിൽ. മുൻപന്മാരായ പിൻപന്മാരായ മുമ്പന്മാർ ഏവരും കാണുമത് നാം കർത്താവിൻ കൊയ്ത്തുദിനത്തിൽ. കാണുമോ നീ കർത്തന്മാരവിൽ, കേൾക്കുമോ കാഹള ശബ്ദത്തെ. കാണുമോ നീ കർത്തന്മാരവിൽ, കേൾക്കുമോ കാഹള ശബ്ദത്തെ. വരവേറ്റം ആസന്നമേ, പ്രതിഫലം ലഭിക്കുന്ന നിശ്ചയമേ. പ്രിയാനിൻ വരവേറ്റം ആസന്നമേ, പ്രതിഫലം ലഭിക്കുന്ന നിശ്ചയമേ. കാണുമോ നീ കർത്തൻ വരവിൽ, കേൾക്കുമോ കാഹള ശബ്ദത്തെ. കാണുമോ നീ കർത്തൻ വരവിൽ, കേൾക്കുമോ കാഹള ശബ്ദത്തെ. പ്രിയാനിൻ വരവേറ്റം ആസന്നമേ, പ്രത്യാശയോടെ പ്രതിഫലം ലഭിക്കുന്ന നിശ്ചയമേ. പ്രിയാനിൻ വരവേറ്റം ആസന്നമേ, പ്രതിഫലം ലഭിക്കുന്ന നിശ്ചയമേ. ആകാശലക്ഷണങ്ങൾ കണ്ടോ കണ്ടോ, ക്ഷാമഭൂകമ്പ ശബ്ദം കേട്ടോ കേട്ടോ. ആകാശലക്ഷണങ്ങൾ കണ്ടോ കണ്ടോ, ക്ഷാമഭൂകമ്പ ശബ്ദം കേട്ടോ കേട്ടോ. സ്വർഗ്ഗമണവാളന്റെ വിളിക്കാൻ മധ്യാകാശം ഒരുങ്ങുകയത്രേ. സ്വർഗ്ഗമണവാളന്റെ വിളിക്കാൻ മധ്യാകാശം ഒരുങ്ങുകയത്രേ. കാണുമോ നീ കർത്തൻ വരവിൽ, കേൾക്കുമോ കാഹള ശബ്ദത്തെ. കാണുമോ നീ കർത്തൻ വരവിൽ, കേൾക്കുമോ കാഹള ശബ്ദത്തെ. പ്രിയാനിൻ വരവേറ്റം ആസന്നമേ, പ്രതിഫലം ലഭിക്കുന്ന നിശ്ചയമേ. 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 ആകാശലക്ഷണങ്ങൾ കണ്ടോ കണ്ടോ, ക്ഷാമഭൂകമ്പ ശബ്ദം കേട്ടോ കേട്ടോ. ആകാശലക്ഷണങ്ങൾ കണ്ടോ കണ്ടോ, ക്ഷാമഭൂകമ്പ ശബ്ദം കേട്ടോ കേട്ടോ. സ്വർഗ്ഗമണവാളന്റെ വിളിക്കാൻ മധ്യാകാശം ഒരുങ്ങുകയത്രേ. സ്വർഗ്ഗമണവാളന്റെ വിളിക്കാൻ മധ്യാകാശം ഒരുങ്ങുകയത്രേ. കാണുമോ നീ കർത്തൻ വരവിൽ, കേൾക്കുമോ കാഹള ശബ്ദത്തെ. കാണുമോ നീ കർത്തൻ വരവിൽ, കേൾക്കുമോ കാഹള ശബ്ദത്തെ. പ്രിയാനിൻ വരവേറ്റം ആസന്നമേ, പ്രതിഫലം ലഭിക്കുന്ന നിശ്ചയമേ. പ്രിയാനിൻ വരവേറ്റം ആസന്നമേ, പ്രതിഫലം ലഭിക്കുന്ന നിശ്ചയമേ. പാഴാക്കി കളയരുതേ എന്നോട്ടങ്ങളത്വമല്ല. ലോക ഇമ്പങ്ങൾ വഴിയാം കർത്താവിനായൊരുങ്ങിടാം. പാഴാക്കി കളയരുതേ എന്നോട്ടങ്ങളത്വമല്ല. ലോക ഇമ്പങ്ങൾ വെടിയാം കർത്താവിനായൊരുങ്ങിടാം. കാണുമോ നീ കർത്തൻ വരവിൽ, കേൾക്കുമോ കാഹള ശബ്ദത്തെ. കാണുമോ നീ കർത്തൻ വരവിൽ, കേൾക്കുമോ കാഹള ശബ്ദത്തെ. പ്രിയാനിൻ വരവേറ്റം ആസന്നമേ, പ്രതിഫലം ലഭിക്കുന്ന നിശ്ചയമേ. പ്രിയാനിൻ വരവേറ്റം ആസന്നമേ, പ്രതിഫലം ലഭിക്കുന്ന
കാണുമോ നീ കർത്തൻ വരവിൽ, കേൾക്കുമോ കാഹള ശബ്ദത്തെ, കാണുമോ നീ കർത്തൻ വരവിൽ, കേൾക്കുമോ കാഹള ശബ്ദത്തെ, പ്രിയാനിൻ വരവേറ്റമാസന്നമേ, പ്രതിഫലം ലഭിക്കുന്ന നിശ്ചയമേ, പ്രിയാനിൻ വരവേറ്റമാസന്നമേ, പ്രതിഫലം ലഭിക്കുന്ന നിശ്ചയമേ. ആകാശ ലക്ഷണങ്ങൾ കണ്ടോ കണ്ടോ, ക്ഷാമഭൂകമ്പ ശബ്ദം കേട്ടോ കേട്ടോ, ആകാശ ലക്ഷണങ്ങൾ കണ്ടോ കണ്ടോ, ക്ഷാമഭൂകമ്പ ശബ്ദം കേട്ടോ കേട്ടോ. സ്വർഗ്ഗമണവാളന്റെ വിളിക്കാൻ അത്യാകാശമൊരുങ്ങുകയത്രേ, സ്വർഗ്ഗമണവാളന്റെ വിളിക്കാൻ അത്യാകാശമൊരുങ്ങുകയത്രേ. കാണുമോ നീ കർത്തൻ വരവിൽ, കേൾക്കുമോ കാഹള ശബ്ദത്തെ, കാണുമോ നീ കർത്തൻ വരവിൽ, കേൾക്കുമോ കാഹള ശബ്ദത്തെ, പ്രിയാനിൻ വരവേറ്റമാസന്നമേ, പ്രതിഫലം ലഭിക്കുന്ന നിശ്ചയമേ, പ്രിയാനിൻ വരവേറ്റമാസന്നമേ, പ്രതിഫലം ലഭിക്കുന്ന നിശ്ചയമേ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ, അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ, അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ, അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ, അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ, അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ, അന്ധകാര ശക്തികളെ ആത്മശക്തിയാൽ ഞാൻ ആ കൃപയാ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ, അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ, ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, ഞാൻ അനുദിനം ആരാധിപ്പാൻ, അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ, അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ, അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ, അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ, അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. ക്ലേശം നിറയും മരുയാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാർത്തിടുമ്പോ, തുറന്നിടുക നീരുറവ, ഞാൻ എഴുന്നേറ്റു ശോഭിക്കുവാൻ. ക്ലേശം നിറയും മരുയാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാർത്തിടുമ്പോ, തുറന്നിടുക നീരുറവ, ഞാൻ എഴുന്നേറ്റു ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ, അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ, അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ, അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ, അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി
അഭിഷേകം പകർന്നിടുക, പുരുഷാരത്തിൽ പ്രാപിക്കുവാൻ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. 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 അന്ധകാര ശക്തികളെ ദൈവം ഇങ്ങനെ ഒരു കാഴ്ച കാണിക്കുക. ദൈവത്തിന്റെ നിങ്ങളുടെ മുമ്പാകെ ഡ്രൈ ആയ അവസ്ഥ, ഒരു പോസിബിലിറ്റിയും ഇല്ലാത്ത അവസ്ഥ, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുകയില്ല, അല്ലെങ്കിൽ ഇത് ഒരിക്കലും നടക്കുകയില്ല എന്ന് പറഞ്ഞ അവസ്ഥയിലും എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്ന ചില സാഹചര്യങ്ങൾ, അവിടെ കയറി നിന്നുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ നിങ്ങളോട് ആലോചന അറിയിക്കുകയാണ്. ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് പ്രവാചകനോട് ചോദിക്കുമ്പോൾ ഇല്ല എന്നവിടെ പറഞ്ഞില്ല. കർത്താവേ, നീ അറിയുന്നു എന്ന് പറഞ്ഞ്. അതിൻ്റെ അർത്ഥം എന്തെന്നറിയാമോ? ഈ ഡ്രൈ ബോൺസിൻ്റെ നടുവിലും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു എന്ന. യെസ് 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 ഇത് നിങ്ങളുടെ ജീവിത മേഖലകളിൽ ആ ഡ്രൈ ആയിട്ടുള്ള അവസ്ഥയെ നോക്കി പിറുപിറുക്കാതെ ഇതിന്റെ നടുവിലും അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു പറയാൻ പറ്റുമോ? യെസ് 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 ഭാര്യയും ഭർത്താവും എനിക്കറിയത്തില്ല, ഇങ്ങനെ തന്നെ ദൈവം പറയാൻ പറയുന്നു. പരസ്പരം കുറ്റപ്പെടുത്തി നിന്റെ വിഷയമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ, ഇല്ല ശത്രുവെ, നിന്റെ തന്ത്രം എൻ്റെ കുടുംബത്തിൽ നടക്കുകയല്ലെന്ന് ഏക ശബ്ദത്തോടെ നിനക്ക് പറയാൻ പറ്റുമെങ്കിൽ അവിടെ യേശുവിൻ്റെ നാമത്തിൽ ജയത്തെ കൊണ്ടാടുകയാണ്. യെസ് 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 അന്യഭാഷയുള്ളവർ അല്പസമയം അന്യഭാഷകളൊന്ന് ആരാധിക്കാമോ? യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. എനിക്ക് വേറെ എവിടെ നോക്കാനില്ല, ജീവൻ എന്റെ യേശുവിൽ മാത്രം. രക്ഷകനാ യെസ്
അന്ത്യശ്വാസം വരെയും യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനോ എൻ ജീവൻ വെച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും ലോകമാം ഗംഭീരവാരിധിയിൽ വിശ്വാസക്കപ്പലിലോടിയിട്ട് നിത്യവിടുന്നുണ്ടാവികത്തിൽ ഉറപ്പുണ്ടോ? കർത്തനോടു ലോകമാം ഗംഭീരവാരിധിയിൽ വിശ്വാസക്കപ്പലിലോടിയിട്ട് കർത്തനോടു കൂടെ വിശ്രമിപ്പാൻ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാൽ ജീവൻ എന്റെ ജീവൻ ഉറപ്പോട് പറയണം, അന്ത്യശ്വാസം വരെയും എൻ്റെ യേശുവിന് വേണ്ടിയിട്ടാണെന്ന് ഒന്ന് പറയാൻ പറ്റുമെങ്കിൽ, അല്ലെ ശത്രുവിന്റെ ഒരു ഗിമിക്കും നിന്റെ അടുക്ക നടക്കുകയല്ല, ശത്രുവിന്റെ ഒരു തന്ത്രവും നിന്റെ അടുക്ക നടക്കുകയല്ല. കാരണം ഞാൻ എൻ്റെ ദൈവത്തിനുള്ളതാണെന്ന് ഹല്ലേലൂയ വിളിച്ചു പറയുക. നമ്മുടെ ദൈവീകം, നമ്മുടെ കർത്തൃത്വം ദൈവത്തിലാണെന്ന് ഹല്ലേലൂയ നാം ദൈവത്തെ പിശാചിന് മുമ്പാകെ, ലോകത്തിന് മുമ്പാകെ വിളിച്ചു പറയുകയാണ്. ഇവിടെ നിൽക്കുന്ന രോഗികളെ ദൈവത്തിന്റെ ആത്മാവ് തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ചില കോളർ ബോൺ പെയിനുകൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുകയാണ്. വളരെ വ്യക്തമായി ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവിനോട് സംസാരിക്കാമോ? ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ദൈവം പറഞ്ഞതിന് വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരികയില്ലെന്നും, 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഇവിടെ കൂടിയാൽ അവരുടെ നടുവിൽ ഞാനുണ്ടെന്ന് തമ്പുരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ ആരാധനയുടെ നടുവിൽ അവനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിന്റെ വിഷയം എത്ര വലുതാകട്ടെ, തുപ്പലിറക്കാൻ പോലും പറ്റാത്ത വിഷയമാകട്ടെ, ഇന്ന് സൗഖ്യമാക്കുവാൻ അവൻ കുവിടെ ഇറങ്ങി വന്നിരിക്കുകയാണ്. കൈയടിക്കുവാൻ, ആരാധിക്കുവാൻ എല്ലാം ബുദ്ധിമുട്ടായിരിക്കുന്ന ചില ബന്ധനങ്ങൾ ഇന്ന് ഈ ആരാധനയുടെ നടുവിൽ അടിഞ്ഞു മാറുന്നത് ആത്മാവിനെ കണ്ട ഞാൻ കാണുന്നു. ഓ ശതലധാരധാരധാരം ദാ ദാരധാരധാരധാ. യെസ് 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 യെസ്. നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിന് മുമ്പാകെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം കേട്ടോ. ഹല്ലേലൂയ. നമുക്ക് പലതിനും ലിമിറ്റേഷൻ ഉള്ളത് എനിക്കറിയാം, സമയം പോകുന്നു എന്ന്. പക്ഷേ ഇതും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ, നമുക്ക് പലതിനും ലിമിറ്റേഷൻ ഉള്ളത്. പക്ഷെ ലിമിറ്റേഷൻ ഇല്ലാത്ത ഒരു തമ്പുരാനാ നമുക്ക് അപ്പനായിട്ടുള്ളത്. പരിധികളില്ലാത്ത ഒരപ്പനാ നമുക്കുള്ളത്. അങ്ങനെ ഇന്ന് പകൽക്കാലം, ഇന്ന് ഈ ആരാധനയുടെ നടുവിൽ ആ വിഷയം മുഴുവനും തമ്പുരാൻ്റെ കരത്തിൽ കൊടുത്തിട്ട് വേണം അവിടെ ഇരിക്കാൻ. യെസ് 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 യെസ്. എല്ലാ കണ്ണുകളും അടച്ച് ദൈവം ഇതാ ഏൽപ്പിച്ചു തരുന്നു എന്നൊന്ന് പറയണം.
യെസ് 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 ഹല്ലേലൂയ. പരിശുദ്ധനെ ഇതാ ഏൽപ്പിച്ചു തരുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും ഓർപ്പിക്കുക, പരസ്പരം കുറ്റപ്പെടുത്തുന്നത് ഇന്ന് നിർത്തണം. ദൈവത്തിൻ്റെ ആത്മാവിന് പ്രത്യേകതയുണ്ട്, വളരെ വ്യക്തമായി വിവേചിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പരസ്പരം ഭവനങ്ങളിൽ കുറ്റപ്പെടുത്തുന്ന അവസ്ഥയ്ക്ക് ഇന്നൊരു മാറ്റം വേണം. ഹല്ലേലൂയ. ദൈവം അതാ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. എല്ലാം ഡ്രൈ ആണെങ്കിലും ഒരു പോസിബിലിറ്റി ഇല്ല എങ്കിൽ അതിൻ്റെ വലിപ്പം പറയല്ലേ, ഇതിനെ ജീവിപ്പിക്കാൻ കഴിയുന്ന ദൈവമുണ്ട് എന്ന് പറയാൻ തുടങ്ങണം. യെസ് 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 യെസ്. ഞാനൊരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക, നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസവും ഞാൻ കേട്ടതാ, എൻ്റെ ദൈവം എന്നെ തൊട്ടു എന്ന അനുഭവങ്ങൾ അനേകം കേട്ടതാ. നാളുകളൊന്നുമില്ല, തൊട്ടടുത്ത കഴിഞ്ഞ ആഴ്ചയിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ മണിക്കൂറുകളിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വീണ്ടും ഹല്ലേലൂയ. നിങ്ങളുടെ വിശ്വാസം വേണ്ടി പറയുക. ഞാൻ ഇന്ന് കുറച്ച് മുമ്പേ മെയിൻ ചർച്ചിൽ കരങ്ങളെ കോർത്തു പിടിച്ച് അനില സിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ സമയത്ത് ബേബിയുടെ ഹല്ലേലൂയ ഹല്ലേലൂയ പൾസ് റേറ്റ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളത് അറിഞ്ഞില്ല, പക്ഷേ നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു, അത് നോർമലായി. ദൈവം ഒരു ഡെലിവറി കൊടുത്തു. യെസ് യെസ് യെസ്. നമ്മുടെ ദൈവം ഉണ്ടല്ലോ, അത് ജീവിക്കുന്ന ഒരു ദൈവമാണ്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവൻ്റെ പേര് അത്ഭുത മന്ത്രി എന്ന. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് കാണുന്നത് നാളെ നിന്റെ മുമ്പാകെ വരുന്നതുമായ എല്ലാ വിഷയത്തിൻ്റെ മേലും നിന്നെ വിജയകരമായി വഴി നടത്താൻ കഴിയുന്നൊരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, നിങ്ങളുടെ കരങ്ങളെ നിങ്ങളുടെ രോഗാവസ്ഥയിലൊന്ന് വെച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ, വീണ്ടും പറയുന്നേ, കോളർ ബോൺ ഹല്ലേലൂയ, ഷോൾഡറിൽ പെയിൻ ഉണ്ട് എങ്കിൽ ഹല്ലേലൂയ വിശ്വാസത്തോടെ കരം വന്ന് വെച്ചേ. അതെ, ദൈവം വളരെ വ്യക്തമായി പറയും, ഇന്ന് അവൻ നിന്നെ സൗഖ്യമാക്കാൻ മതിയായവനാ. യെസ് 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 യെസ്. ഇടയ്ക്കിടയ്ക്ക് വരുന്ന അബ്ഡോമിനൽ പെയിൻ എല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാക്കി. ഇന്റേണൽ ഓർഗൻസ് എല്ലാം യേശുവിൻ്റെ നാമത്തിൽ റീസ്റ്റോർ ആവട്ടെ. യെസ് 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 യെസ്. ഹല്ലേലൂയ. ലോകവൈദ്യനായ തമ്പുരാൻ്റെ അടുത്ത് വരുന്നേ. ഒരുമിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വിശ്വസിക്കുന്ന ഈ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഈ സാന്നിധ്യം, അങ്ങയുടെ സാന്നിധ്യം ഈ ജനത്തെ തൊടുന്നതിനാൽ നന്ദി കരയറ്റുന്നു. ദൈവത്തിൻ്റെ മഹത്വം ഈ മുറിയിൽ, ഈ ഹോളിൽ ഇറങ്ങി നിൽക്കുന്നതിനാൽ നന്ദി കരയറ്റുകയാണ്. കർത്താവേ, രോഗികളെ സൗഖ്യമാക്കുന്ന ആ വലിയ ദൈവ സാന്നിധ്യത്തിനായി, ദൈവ പ്രവർത്തിക്കായി ഹല്ലേലൂയ അങ്ങേക്ക് നന്ദി കരയറ്റുന്നു. രോഗത്തിൻ്റെ മുകളിൽ കരം വെച്ചിരിക്കുന്ന കരത്തിൻ്റെ മേലെ വെക്കുന്ന സ്വർഗീയ അപ്പച്ചൻ്റെ കരം അവിടെ വെളിപ്പെടുന്നതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആ രോഗത്തെ ക്യാൻസൽ ചെയ്യുക. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യത്തെ കൽപ്പിച്ചാക്കുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, അത്ഭുതമാകട്ടെ, അനുഗ്രഹമാക്കുന്നതിനാൽ നന്ദി. സകലമാന മഹത്വം അങ്ങേക്ക്. സകലം യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. എല്ലാവർക്കും ഇരിക്കും. വീണ്ടും വരുന്നതിനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവരെയും ഇന്ന് ഈ പകൽക്കാലം ഹല്ലേലൂയ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. I greet you all in the name of our precious Lord and Savior Jesus Christ. ഹല്ലേലൂയ. Hallelujah. ചെറിയ ചൂടുണ്ടെങ്കിലും കഴിഞ്ഞ ആഴ്ചൻ്റെ അത്ര ഇല്ലെന്ന് തോന്നുന്നു. We've got some heat, but it's not as worse as last week. ഒരു വലിയ ദൈവസാന്നിധ്യം ഞാൻ അനുഭവിച്ചു എന്ന് തിരിച്ചറിയുന്ന കാര്യങ്ങൾ ഉയർത്തി യേശുവേ നന്ദി എന്നൊന്ന് പറഞ്ഞേ. Those who have experienced the presence of God, let's lift our hand and praise God. ഉറക്കെ പറഞ്ഞേ, യേശുവേ നന്ദി എന്നൊന്ന് പറഞ്ഞേ. Let's say, we praise you, God. ഹല്ലേലൂയ. അവൻ നമ്മുടെ നടുവിലുണ്ട് കേട്ടോ. He is in the midst of us. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജീവിക്കുന്ന ദൈവമാണ്. He is a God who acts for us. ഹല്ലേലൂയ. ദൈവം തന്ന ചെറിയൊരു ചിന്ത നിങ്ങളുടെ മുമ്പാകെ വെച്ചിട്ട് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. I would like to share a thought that God has given me with you and conclude as soon as possible. ഒരു റൂമിൽ ഇരുട്ടാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് സാധാരണ? When we enter a room and find that it is dark, what do we usually do? നമ്മൾ ആ ഇരുട്ടുള്ള റൂമിൽ കയറിയിട്ട് ഇരുട്ടിനെ കാസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? Do we cast the darkness into a dark room? എന്താ ചെയ്യുന്നത് പറഞ്ഞേ? What do we usually do? ലൈറ്റ് ഇടും. We switch on the light. അപ്പോൾ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവത്തില്ല?
ഇരുട്ടുണ്ടാവുകയില്ല. When the light enters, the darkness will be there no more. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിത മേഖലകളിൽ നാം കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ശത്രു കൊണ്ടുവന്നിടുന്ന ഡാർക്ക് സീൻ എന്നൊക്കെ പറയും ഇപ്പോഴത്തെ പിള്ളേരെ, അതിനെ ദൈവം മാറ്റാൻ മതിയായവനാണ്. And in that case, God is able to remove all the darknesses that the enemy brings into our lives as well. ഏതൊക്കെ വിഷയമാകട്ടെ, പക്ഷെ തമ്പുരാൻ അത് അറിയുന്നുണ്ട്, തമ്പുരാൻ അത് കാണുന്നുണ്ട്. അതുകൊണ്ട് ദൈവം ഇന്ന് പകൽക്കാലം നമ്മെ അത് ഓർമ്മിപ്പിക്കുന്നത്. No matter what the issue might be, God sees us and He is here with us. ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. I'd like to read a verse here with you. സങ്കീർത്തനം 18:28 എടുത്ത് പെട്ടെന്ന് വായിക്കുവാണെങ്കിൽ പെട്ടെന്ന് പോവാം. Psalm 18 verse 28. നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. For it is you who light my lamp, and the Lord my God lightens my darkness. ഇവിടെ ദാവീദ് നിലവിളിക്കുകയാണ്. Here David is crying out to God. ദാവീദ് ഇപ്രകാരം നിലവിളിക്കാൻ പല റീസണുകളുണ്ട്. There are several reasons for why he is crying out such. 3 റീസൺ. ഒന്ന്, ശൗല് തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. First, Saul is hunting for his life. കൂടെയുള്ളവരെല്ലാം വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. And he is among traitors who are ready to deceive സ്വന്തം him. പാപത്താൽ അവൻ തകർന്നിരിക്കുകയാണ്. And he is completely disheartened by his own sin. പക്ഷേ എന്നാലും അവൻ ദൈവത്തിലുള്ള ആശ്രയം വിടുന്നില്ല കേട്ടോ. And even then he is not leaving his insistence in God. പ്രിയ ദൈവവേദലേ, ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും വളരെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നത്, My dear people, God is reminding us once again, എത്ര ശൂന്യമായ അവസ്ഥയാണെങ്കിലും, no matter how much destruction might be around you, എത്ര വലിയ ആളുകൾ നിന്റെ പുറകെ ഉണ്ടെങ്കിലും, no matter who might be after you, ഹല്ലേലൂയ, നിന്നെ പിൻപറ്റുന്ന പാപം നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നുണ്ടെങ്കിലും, even though the sin that is with you might be separating you from ഇന്ന് God, ആ പാപത്തെ തിരിച്ചറിഞ്ഞ് യേശുവിന്റെ മുമ്പാകെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നെങ്കിൽ, if you recognize the sin and if you're ready to leave it today, ഹല്ലേലൂയ, ഇന്ന് ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിന്നിൽ തുടങ്ങുകയാണ്. and God, you will see the mighty work of God today. നിന്റെ അന്ധകാരത്തെ പ്രകാശമാക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. We have a God who is able to bring light into your darkness. ഹല്ലേലൂയ, ഇവിടം കൊണ്ട് തീർക്കാൻ ആ ശത്രുവായവൻ ശ്രമിക്കുന്നെങ്കിലും, Even though the enemy wants to end your life here, അടുത്തൊരു തലത്തിലേക്ക് നിന്നെ മാറ്റണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. God wants you to go ahead. ഉൽപ്പത്തി 1:2 ഇങ്ങനെ കാണാൻ കഴിയും, Genesis chapter 1 verse 2, we see ഭൂമി such. പാഴും ശൂന്യവുമായിരുന്നു, The earth was without form and void, ആഴത്തിന്റെ മേൽ ഇരുളുണ്ടായിരുന്നു. and darkness was above the face of the deep. ഹല്ലേലൂയ, അങ്ങനെ ഇരിക്കട്ടെ എന്ന് ദൈവം വിചാരിച്ചില്ല. God did not leave earth in such a ഓ, form. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. The Spirit of God was hovering over the darkness, ഹല്ലേലൂയ, അവിടെ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ തുടങ്ങുകയാണ്. and there was an initiation of God's work there. ഇന്ന് ഹല്ലേലൂയ, ഏതൊക്കെ രീതിയിലാണ് ഹല്ലേലൂയ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയാലും, No matter what problems you might be going through today, ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു നിയന്ത്രണം നിന്റെ മേലുണ്ടെങ്കിൽ, if there is a leading of God in your life, അവിടെ കൊണ്ട് നീ തീരുകയില്ല, അവിടെ നിന്ന് നീ പുറത്തു വരുന്ന നിമിഷങ്ങളാണ്. that will not be the end of your life, but you will come out of all of those issues. പാഴും ശൂന്യമായിരിക്കുന്ന അവസ്ഥയാണെങ്കിലും, Even though your life might be in darkness and without form പ്രിയ or void, ദൈവത്തിലെ ദൈവത്തിന്റെ ആത്മാവിന് പ്രവർത്തിക്കാൻ ഒരു സാഹചര്യം കൊടുക്ക്. അല്ലെ, ദൈവത്തിന്റെ ആത്മാവിനോട് ചേർന്ന് നിൽക്ക്. നീ പുറത്തു വരും, നീ ഫലപുഷ്ടിയുള്ളതായി മാറും. my dear, give God a chance and God will turn and transform your life for good. ഹല്ലേലൂയ, ഒന്ന് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? Do you believe this? ഹല്ലേലൂയ, ഹല്ലേലൂയ. ശത്രുവായവൻ ഒരിക്കലും പുറത്തു കൊണ്ടുവരാൻ പറ്റുകയില്ല, അല്ലെങ്കിൽ നീ വെളി വരികയില്ല എന്ന് നിന്നോട് പറഞ്ഞ പല സാഹചര്യങ്ങളും ഉണ്ടാകാം. There may be many places where the enemy might have told you that you will not come out of this problem. പക്ഷേ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്നെ തോളത്ത് തട്ടി വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. But today God taps at your shoulder and says to you again, ഇല്ല, ഇവിടെ തീർക്കാൻ ദൈവം നിന്നെ സമ്മതിക്കുകയില്ല. നിന്നെ പുറത്തു കൊണ്ടുവരുന്ന നിമിഷങ്ങളുണ്ട്. God will not allow the enemy to put an end to in this situation, but God will bring you out of those problems. പലപ്പോഴും നമ്മുടെ വിഷയം എന്താണെന്നറിയാമോ? What is our problem most of the time? ദൈവം പറഞ്ഞതിനെക്കാട്ടിലും ഉപരി പിശാച് ശത്രുവായവൻ പറഞ്ഞതില്ല വിശ്വസിക്കുന്നത്. We believe in the voice of God more than what God has spoken to us. അല്ലെങ്കിൽ മനുഷ്യര് പറഞ്ഞതില്ല വിശ്വസിക്കുന്നത്. We believe more in the opinions of people. നാം ഒന്ന് റീപൊസിഷൻ ആകണം. We must reorient ourselves. സാഹചര്യങ്ങളൊക്കെ ശരിയാകുമ്പോൾ ആളുകൾ പലതും പറയും. When our circumstances are for good, people might speak favorably. സാഹചര്യങ്ങൾ എതിരാകുമ്പോൾ നമ്മുടെ കൂടെയുള്ളവർ പലതും പറയും. And when the circumstances are
unfavorable people might not be with us. ഹല്ലേലൂയ. ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന, സാഹചര്യങ്ങൾ നോക്കി അഭിപ്രായം പറയുന്ന ഒരു ദൈവത്തെ എനിക്ക് അറിയത്തില്ല. I want to say that I do not know a God who speaks according to your circumstances. അല്ല, നിങ്ങളുടെ സർക്കംസ്റ്റാൻസസ് എന്ത് തന്നെയാണെങ്കിലും ആ സർക്കംസ്റ്റാൻസസിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ എനിക്കറിയാം. I know a God who, no matter what your circumstances might be, God comes there and he transforms it. അങ്ങനെയെങ്കിൽ ഇന്ന് ആ ദൈവം പറയുന്നത് വിശ്വസിക്കാൻ തുടങ്ങണം. And if that's the case, then today we must start listening to that God. റോമർക്ക് എഴുതിയ ലേഖനം 1-21 വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ കഴിയും. Romans chapter 1 verse 21 we see such. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ, For although they knew God, they did not honor him as God or give thanks to him. തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. But they became futile in their own thinking. വിവേകമില്ലാത്ത അവരുടെ ഹൃദയം ഇരുണ്ടുപോയി. And their foolish hearts were darkened. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അതാ സംഭവിക്കുന്നത്. Many times this is exactly what നമുക്ക് happens in our ദൈവത്തെ life. അറിയാം, We say that I know God. ദൈവം പ്രവർത്തിക്കുമെന്ന് അറിയാം. I know that God will act for me. പക്ഷേ നമ്മുടെ തിരക്കിന്റെ ഇടയിൽ ദൈവത്തിന് വേണ്ട മഹത്വം നാം കൊടുക്കുന്നില്ല. But in the midst of our busyness, we forget to glorify him. ദൈവം ആരെന്ന് നമുക്കറിയാം. We know who he is. പല വിഷയങ്ങളുടെ നടുവിൽ ദൈവം കരം പിടിച്ച് വഴി നടത്തിയതാ. And we have evidences that he's helped us in the past. എന്നാലും വീണ്ടും ഒരു വിഷയം വരുമ്പം പിന്നെയും കൂടെയുള്ളവരുടെ വാക്കുകളാ ദൈവത്തിന്റെ വാക്കുകളെക്കാൾ നമുക്ക് പ്രാധാന്യം. But even then, when new circumstances come before us, we believe in the opinions of our people around us than what God has spoken. നമ്മുടെ അറിവാണ് ദൈവത്തിന്റെ വാക്കുകളെക്കാൾ നമുക്ക് പ്രാധാന്യം. Our own intellect is superior to us than what God has spoken to us. പക്ഷേ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. But God reminds us once again this അത് evening, നമ്മുടെ ഹൃദയത്തെ നമ്മെ ഇരുട്ടിലേക്ക് നയിക്കുന്നതാ. that kind of that frame of mind will lead us to darkness. അതിൽ നിന്ന് നാം പുറത്തു വരണം. We must come out of it. അതേ ഹല്ലേലൂയ. നമ്മുടെ ഇരുട്ടിൽ നാം വസിക്കാനും കണ്ടിന്യൂ ചെയ്യുവാനും അവൻ ആഗ്രഹിക്കുന്നില്ല. He does not desire that we continue to live in that darkness. ഹല്ലേലൂയ. അന്ധകാരത്തെ ജയിക്കുവാൻ, ശത്രുവിന്റെ തന്ത്രങ്ങളെ ജയിക്കുവാൻ, To defeat darkness and to defeat the workings of the enemy, നമ്മെ പേര് ചൊല്ലി വിളിച്ച ദൈവത്തെ ഒരു വിശ്വാസം വേണം. we must believe in the God who called us by our name. വിശ്വസിക്കും. ഞാൻ പറയട്ടെ, കുറച്ച് ഹൈറ്റിൽ നമ്മുടെ മക്കൾ നിൽക്കുകയാണ്, നമ്മൾ അപ്പനും അമ്മയും താഴെ നിന്ന് മോനെങ്കിൽ ചാടിക്കോളാൻ പറഞ്ഞ് കൈ നീട്ടിയാൽ തീർച്ചയായിട്ടും ചാടും. In terms of faith, let's assume that our children are standing in a height, and if us as a parents we say that jump, they would definitely jump. കാരണം എന്താ? Why is that? കണ്ണു അടച്ച അപ്പനെ അമ്മയും വിശ്വസിക്കുന്നു. Because the children, they totally believe their parents. ഹല്ലേലൂയ. Hallelujah. ഇന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ അടുക്കിലേക്ക് നാം അടുത്ത് വരുമ്പോൾ Today, as we come closer to God, ശിശുക്കളെ പോലെ ആകണം. we must be like children. ശിശുക്കളുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? What is what's so special about children? ഹല്ലേലൂയ. മാതാപിതാക്കൾ പറയുന്നതിന്റെ അപ്പുറത്ത് അവർ വേറെ ചിന്തിക്കാനൊന്നും പോകത്തില്ല. They do not think a lot further than what their parents have told them. ഹല്ലേലൂയ. അതേപോലെ നാം ദൈവത്തിന്റെ അടുത്ത് വരുമ്പോൾ നമ്മുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? We should be like that. What is our specialty? ദൈവം പറഞ്ഞതിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കാൻ പോകുന്നില്ല. We must not think too much further than what God has spoken to ദൈവം us. നിനക്ക് വേണ്ടി ഒരു ഭവനം ഈ ദേശത്ത് തരുമെന്ന് പറഞ്ഞാ, If God has said that he will give you a house in this land, പീസായിട്ടിരിക്കും. we must be at peace. കാരണം എന്താണെന്നറിയാമോ? Why is that the എന്റെ case? സ്വർഗീയ ദൈവത്തിന്റെ സ്വർഗീയ ഭണ്ഡാരത്തിൽ ഒന്നിനും കുറവില്ല. My God, his treasures are huge. ഞാനൊരു സംഭവം പറയാം. I'd like to share something. ഇവിടെ with വന്നിട്ട് 5-10 വർഷമായി. It's been 5 to 10 years since I've come here. ഇൻ ബിറ്റ്വീൻ 8 years ആയി കാണും. Around 8 years since I've come to പലയിടത്തും UK. ഭവനങ്ങൾ നോക്കി, We looked at several places for ഒന്നും several houses, ശരിയാവുന്നില്ല. but it did not work out. എനിക്കറിയത്തില്ല ഇതിങ്ങനെ ആരോടാ പറയുന്നതെന്ന്. I do not know who am I speaking this to. ഹല്ലേലൂയ. പക്ഷേ അവരെന്നോട് ഒന്ന് പറഞ്ഞു, ദിവദാസനെ ഭവനമൊന്നും ശരിയാവുന്നില്ല, ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല, അത് ഒന്നും ശരിയാകുമ്പോൾ ഒന്നും ശരിയാകത്തില്ല എന്നൊക്കെ പറഞ്ഞു. And someone told me that we've looked at many things, but when one things work out, the other things go wrong. അവർ പറഞ്ഞു ഞങ്ങൾ എന്തിനും കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാ. They said that we are willing to compromise on anything. അതായത് ഇന്ന കാര്യങ്ങൾ ആ ഭവനത്തിന് ഇന്ന പോലെയൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല. Which means that even though several things might not be perfect, we are still willing. ഹല്ലേലൂയ. പക്ഷേ അവർ പറഞ്ഞു എനിക്ക് ഒന്നും ശരിയായില്ല. But they're saying that even then nothing is working ഞാൻ out. അവരോട് ചോദിച്ചു, I asked them, ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? do you believe in God? പറഞ്ഞുകൊണ്ട് They said yes, we do. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ
If that's the case, അപ്പനോട് മകൻ എന്ന രീതിയിൽ മകൾ എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്താണ് ആവശ്യം അത് പറയാൻ പറഞ്ഞു. believing that your God is your father, ask God as him being your father. നമ്മൾ പലപ്പോഴും ദൈവത്തിന് മുമ്പാകെ മനസ്സ് തുറക്കുന്നില്ല. We do not open our hearts before God. പക്ഷേ ഹൃദയത്തിനുള്ളിൽ പല ആഗ്രഹങ്ങളും ഉണ്ട്. We keep all of our desires within our heart. ഇന്ന് ദൈവം നമ്മോട് പറയുന്ന ഹൃദയത്തിനുള്ളിൽ ആഗ്രഹങ്ങൾ മനസ്സ് തുറന്ന് പറയണം. But today God says that whatever is in your heart, open it up before God. ചുരുക്കി പറയാം, അവരുടെ ആഗ്രഹങ്ങൾ ദൈവത്തോട് പറയാൻ തുടങ്ങി. In short, they started sharing their desires with God. ദിവസങ്ങൾക്കുള്ളിൽ ദൈവം അതിന്റെ ക്രമീകരണങ്ങൾ നടന്നു. And within a short time, God provisioned a house for them. അതിന്റെ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്നു. And the processes are going ahead. അവരെന്നോട് പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെ ഒരു ഭവനം എനിക്ക് അറിയത്തില്ല എങ്ങനെ ശരിയായെന്ന്. They again came to me and they said, Pastor, I do not know how things have worked out. എനിക്ക് പറയാനുള്ള ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവിക പ്രൊവിഷൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. What I believe is that if you stick close to God, then God has his heavenly provisions for you. അങ്ങനെ എനിക്ക് ദൈവിക പ്രൊവിഷൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഹല്ലേലൂയ പറഞ്ഞാൽ Those who believe that God's provisions are for you, let us praise God. അല്ല, എനിക്ക് കയ്യിലുള്ളതിലുപരി എൻ്റെ കഴിവിലുപരി എന്നെ വഴി നടത്തുന്ന, അതിശയകരമായി വഴി നടത്തുന്ന ഒരു ദൈവത്തെ ഞാൻ എല്ലാ നിമിഷവും ഞാൻ അനുഭവിച്ചറിയുന്നത് കൊണ്ട് എൻ്റെ എക്സ്പീരിയൻസ് ഇന്ന് ഞാൻ പറയുന്നേ. More than what I've got in my hand, more than my talents, I know a God who is able to lead me, and with my personal experience. രാത്രി കാലങ്ങളിൽ എന്ത് ചെയ്യുമെന്നറിയാതെ കരഞ്ഞ് കണ്ണുനീര് ഒഴുക്കി പില്ലോ നനഞ്ഞിട്ടുണ്ട്. Many nights have passed when I've cried before God, not knowing what I will do. ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനൊരു കാര്യം പറയാം, എൻ്റെ ദൈവം എന്നെ എവിടെ കൈവിട്ടില്ല. But in hindsight, I know for sure that God has not left me in the past. കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞവര്, സഹായിക്കാമെന്ന് പറഞ്ഞ അങ്കിളുമാരും ആന്റിമാരെല്ലാം സമയമായപ്പോ കൈമലർത്തി. The uncles and aunties who said that they will help, they may not be helpful when പക്ഷേ എനിക്കൊരു ദൈവത്തെ അറിയാം, ഒരിക്കലും കൈവിടാതെ ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തുന്ന ഒരു ദൈവത്തെ അറിയാം. അങ്ങനെ ഇന്ന് മുതൽ ദൈവം പറയുന്നത് വിശ്വസിക്കാൻ തുടങ്ങണം. But there is a God who has said that I will not leave you nor forsake you. Let us trust in him because he will do so. എല്ലാറ്റിനും ഇത് എഫെസ്യരുടെ ലേഖനം 6:12 ഇങ്ങനെ കാണുവാൻ കഴിയും. In Ephesus, the epistle of Ephesus chapter 6 verse 12, we see this. എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുത്തുവാൻ തക്കതായ എന്താ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽക്കണം എന്ന് പറയുന്നു. It says about the shield that quenches the flaming arrows of the devil. ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുത്താൻ എന്തിനാ പറ്റുന്നേ? What will quench the arrows of the enemy? പറഞ്ഞേ, Tell me, ഉണ്ടോ അത്? do you have that? എന്റെ ദൈവം എന്നെ വിളിച്ചതാണെന്നൊരു വിശ്വാസം ഉണ്ടോ? Do you believe that God has called you? എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി എന്റെ ഭവനത്തിൽ കാണുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? Do you have faith that you will see the workings of the God in your family? അങ്ങനെയുള്ള വിശ്വാസം ശത്രുവിന്റെ തന്ത്രത്തിന്റെ മേൽ അതിനെ ഓവർകം ചെയ്യാൻ ദൈവം നമ്മെ സഹായിക്കും. It is that kind of faith that will overcome the workings of the enemy. ദൈവത്തിന്റെ വെളിച്ചം എന്തിനാ നമ്മൾ പ്രകാശിക്കുന്നത്? Why do we need the light of God? അത് ഉപയോഗശൂന്യമായി വെറുതെ ഒരു വെളിച്ചം വരട്ടെ എന്ന് പറഞ്ഞിട്ട് അതൊന്നിനും വേണ്ടിയിട്ടല്ല ദൈവത്തിന്റെ വെളിച്ചം നമ്മൾ പ്രകാശിക്കണം ദൈവം ആഗ്രഹിക്കുന്നത്. It's not for aesthetic reason that God gives his light in our lives. അത് ദൈവത്തിന്റെ എല്ലാ പ്രവൃത്തിയും നമ്മിൽ വെളിപ്പെടാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ പ്രകാശം നമ്മിൽ വെളിപ്പെടേണ്ടത്. It's so that God's actions may be revealed in our life. ഹല്ലേലൂയ. ദൈവഹിതം നമ്മിൽ വെളിപ്പെടാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ പ്രകാശം നമ്മിൽ പ്രകാശിക്കേണ്ടത്. God's light must shine upon our life so that his will will be fulfilled. ഫസ്റ്റ് 1 യോഹന്നാൻ 1:5 First John chapter 1 verse 1 we see this. ദൈവം വെളിച്ചമാകുന്നു, God is light. അവനിൽ ഇരുട്ട് ഒട്ടും ഇല്ല. And there is no darkness in him. വായിച്ചട്ടെ. ആമേൻ. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. ഇരുട്ടില്ലാത്ത ഒരുവനോട് ചേർന്ന നമ്മുടെ വാസം. We live with a God in whom there is no darkness. വാക്ക് മാറ്റി പറയാത്ത ഒരുവനോട് ചേർന്ന നമ്മുടെ വാസം. We live with a God who does not change his word. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യത്തിലാകണം നമ്മുടെ ജീവിതം. We must live in the presence of God. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ് നമ്മുടെ ജീവിതമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ദൈവിക പ്രൊവിഷനുകൾ നാം കാണാൻ തുടങ്ങും. And if we live continually in his presence, God's provisions will be revealed in our life. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിലെ ദൈവത്തിന്റെ സ്വർഗീയ ഭണ്ഡാരത്തിൽ ഒന്നിനും കുറവില്ലെങ്കിൽ, Dear people of God, there is no lack in the treasures of the heavenly treasures of God. ഇന്ന് ഈ ലോകത്ത് ജീവിക്കാൻ ആവശ്യമായതെല്ലാം ദൈവം തരാൻ മതിയായവനാണ്. And he is enough to provide for all of our needs, all of our day-to-day needs. ഹല്ലേലൂയ. ഈ ലോകത്ത്
നല്ല രീതി ജീവിച്ചത് കൊണ്ട് അത് തീരുകയല്ല. It's not enough to live as a good human being here. നിത്യതയിലും ദൈവത്തോട് ചേർന്നൊരു വാസമുണ്ട്. We do have an eternity that we must live with ആ God. ദൈവത്തോടുള്ള ചേർന്നുള്ളൊരു വാസത്തിന് വേണ്ടി പരിശുദ്ധാത്മ നമ്മെ ഒരുക്കും. And it's the Holy Spirit who prepares us so we could live in an eternity with Him. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം എന്നത് ദൈവത്തിന്റെ വെളിച്ചമായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. It's God's glory. We see that as God's light in the Word of God. ഷെഖൈന ഗ്ലോറി സമാഗമന കൂടാരത്തിൽ വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. We see the Shekinah glory of God that was revealed around the ark of the Lord. ഹല്ലേലൂയ. പുറപ്പാട് 40ന്റെ 34 35 വാക്യങ്ങൾ എടുത്ത് വായിക്കാം. Exodus chapter 40 verse 35, 34 and 35. Let's read that. 40, 34 and 35. യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു. Then the cloud covered the tent of the meeting, and the glory of the Lord filled the tabernacle. അടുത്ത വാക്യം. ഹല്ലേലൂയ. അത്രയ്ക്ക് വലിയ ദൈവ സാന്നിധ്യം അവിടെ വെളിപ്പെടുകയാണ്. The glory of the Lord was so overwhelming there. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രിയ ദൈവത്തിലെ പുതിയ നിയമത്തിൽ If that's the case, then in the New Testament covenant, ദൈവത്തിന്റെ ആലയമായ നാം we who are the temple of God, നമ്മെ തന്നെ ദൈവത്തിന്റെ മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ when we consecrate ourselves before God, നമ്മിലൂടെ ദേശം യേശുവിനെ കാണും. through us the land will see Jesus. പലപ്പോഴും എന്താ സംഭവിക്കുന്നത്? നമുക്ക് What happens to us most of the time? എല്ലാവരും പറയുന്ന ഒപ്പീനിയൻസ് നമ്മുടെ ഹൃദയത്തിൽ കിടക്കുക. We think about all of the opinions of people around us. നമ്മളോട് മറ്റുള്ളവർക്ക് പലർക്കും പല ഒപ്പീനിയനുകൾ പറയാനുണ്ട്. There are many opinions that many people have to tell us. അവർ നമ്മുടെ കഴിവ് കണ്ട്, നമ്മുടെ സാമ്പത്തിക സ്ഥിതി കണ്ട്, നമ്മുടെ എബിലിറ്റി കണ്ടിട്ട് അവർക്ക് പലതും പറയാനുണ്ട്. They look at our surroundings, they look at our talents, our circumstances, and they tell a few things to us. നമ്മൾ എന്ത് ചെയ്യുന്ന അതെല്ലാം നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. And what we think about all of these things, and we think that this is what will come to pass. പക്ഷേ ദൈവം അതല്ല പറയുന്നേ. But God does not say that. ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള മഹത് കാര്യങ്ങളെക്കുറിച്ച് അറിവ് വേണമെങ്കിൽ ദൈവത്തോടുള്ള ഒരു സഹവാസം ആവശ്യമാണ്. If you want to know the glorious things, the glorious plan of God, then you must live close to Him. മോശ പറഞ്ഞു, ഞാൻ വിൽക്കണ, എന്നെ കൊണ്ട് പറ്റുകയില്ല, എനിക്ക് പല എക്സ്ക്യൂസും പറഞ്ഞു മോശ. Moses had several excuses to not be used by God. എന്നാൽ ഒരു 40 വർഷക്കാലം, ആദ്യത്തെ 40 വർഷക്കാലം ഫറവോന്റെ കൂടെ നടന്നപ്പോൾ, അവിടെ ജീവിച്ച് എല്ലാ ട്രെയിനിങ്ങും ലഭിച്ചു കഴിഞ്ഞപ്പോൾ മോശയ്ക്ക് ഒരു ചിന്തയുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? ഇനി ഞാൻ റെഡിയായി, ഞാൻ ഈ ജനത്തെ പുറത്തോട്ട് കൊണ്ടുവരാൻ റെഡിയായി. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരിൽ ഒരാളെ പീഡിപ്പിക്കുന്നവനെ അപ്പം തീർക്കുക എന്ന് പറഞ്ഞ ഒരാളെ തീർക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്കറിയാം. In the first 40 years of Moses' life, he was trained in the palace of Pharaoh, and at this point he thought he was well trained to redeem the Israelites, and he tried to save them, but in the process killed a man. അവർക്കത് മനസ്സിലായില്ല. They did not understand that. പിന്നെ 40 വർഷക്കാലം ദൈവത്തിന്റെ പാഠ്യപദ്ധതിയിൽ മോശ പഠിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. After this episode, we see that Moses is trained in the desert for 40 years. അത് കഴിഞ്ഞപ്പോൾ മോശയ്ക്ക് പറയാനുള്ളത്, And after that, Moses has only one thing to say. എനിക്ക് പറ്റുകയില്ല. Moses says that I cannot do it. ഞാൻ വിക്കന. I'm a weak of tongue. എൻ്റെ നാവ് തടിച്ചതാ. My tongue is not able to speak fluently. ദൈവം പറയുന്നത് ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറയുന്നു. But God has only one answer. He says that I will be with you. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് എക്സ്ക്യൂസ് പറഞ്ഞും സൈഡിൽ മാറിയിരിക്കുന്നവരെ തൊട്ട് ദൈവത്തിന്റെ ആത്മാവിൽ വിളിച്ചു പറയുക, നിനക്ക് കഴിവില്ലെന്ന് നീ സമ്മതിച്ചോ, അതും മതി. അതാ നിന്റെ കഴിവായി ദൈവം കണക്ക് കൂട്ടുന്നത്. And so in this day, if you are staying in the sidelines and you are giving excuses, then God says, yes, the only thing I want is that you say that you do not have enough, and I will fill you. 1 രാജാക്കന്മാർ 8-11 വാക്യം. Chapter 8 verse 11. യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ, മേഘം നിമിത്തം ശുശ്രൂഷ ചെയ്യുവാൻ നിൽപ്പാൻ പുരോഹിതന്മാർക്ക് കഴിഞ്ഞില്ല. The cloud of the Lord filled the temple, and because of that the priests could not minister in the temple of God. ഇന്നും ഈ രീതിയിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. I do believe that even today this kind of presence of God can be ഞാൻ witnessed. പഠിച്ചുകൊണ്ട് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടുവന്ന മെസ്സേജിലുപരി ഇവിടെ ദൈവ സാന്നിധ്യം ചലിക്കാൻ തുടങ്ങിയ ഹല്ലേലൂയ, ഇവിടെ കടന്നു വന്നവരെല്ലാവരെയും ആ തൊടുന്ന ദൈവത്തിന്റെ മഹത്വം അനുഭവിച്ചറിയുവാൻ നാം തയ്യാറാകും. More than a message, I know that
even today, if God's presence comes here and fills, then it will transform the lives of people ഹല്ലേലൂയ. here. അങ്ങനെയെങ്കിൽ ആ രീതിയിൽ നമ്മെ ട്രാൻസ്ഫോം ചെയ്യുന്ന ദൈവത്തിന്റെ കരത്തിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. If that's the case, then let us surrender our lives in the hand of God who is able to transform our lives. നമുക്ക് കാണാൻ കഴിയും അവിടെ അപ്പം പുരോഹിതന്മാരൊന്നും പറഞ്ഞില്ല എന്നാ പിന്നെ ഞങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യണം, ഞങ്ങൾ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ഒരുങ്ങി വന്നതാ, അതൊന്നും അവിടെ പുരോഹിതന്മാർ പറഞ്ഞില്ല. When the glory of God came into the temple, the priests did not say, we've come to minister and so we will do that. നമ്മൾ പലപ്പോഴും അങ്ങനെ പറയാൻ തയ്യാറാകും. And we do that a lot of times. അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം കടന്നു വരുമ്പോ When the presence of God comes into ആ our lives, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഇമ്മേഴ്സായി ആ ദൈവ സാന്നിധ്യത്തിന്റെ നിയന്ത്രണത്തിന് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. we must immerse ourselves and enjoy the presence of God and submit our lives into the hands of ആ God. ദൈവത്തിന്റെ പ്രസൻസിനെ റെക്കഗ്നൈസ് ചെയ്യാനും ഐഡന്റിഫൈ ചെയ്യാനും നമുക്ക് പറ്റണം. We must be able to recognize and identify the presence of God in our lives. പലപ്പോഴും നാം പഠിച്ചു വെച്ചതിലുപരി നമുക്ക് അറിവുള്ള ജ്ഞാനത്തിലുപരി ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മെ നയിക്കുന്ന നിമിഷങ്ങളും ദിവസങ്ങളുമായി നമ്മുടെ ജീവിതത്തിൽ മാറേണ്ടത് ആവശ്യമാണ്. More than the head knowledge and the experience, let us rely on God's presence and His glory to lead us in our lives. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവും ശിഷ്യന്മാരും കാണിച്ചു തന്നതുപോലെ So as an example that Jesus showed His disciples, ഹല്ലേലൂയ, ദൈവത്തിന്റെ സകലതും ദൈവത്തിന് മഹത്വം കൊടുത്ത് ഹല്ലേലൂയ എല്ലാവരുടെയും നടുവിലൂടെ ദൈവത്തിന്റെ മഹത്വത്തിനായി ജീവിപ്പാൻ നാം തയ്യാറാകേണ്ടത് ആവശ്യമാണ്. we must be willing and we must submit to live our lives as publicly for the glory of God. ഇരുട്ടിൽ പ്രകാശിക്കുന്നതാ വെളിച്ചം. The light, it shines in darkness. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ വീണ്ടും ഞാനൊരു വാക്യം വായിപ്പിക്കുക. യോഹന്നാന്റെ സുവിശേഷം 1:5 ഇങ്ങനെ കാണാം, വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. And in the Gospel of John chapter 1 verse 5 it says that light shines in darkness and darkness has not overcome it. പ്രിയ ദൈവത്തിലെ നമ്മുടെ ജീവിത മേഖലകളിൽ ഇരുട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകും. Dear people of God, there will be circumstances where the darkness may come into our lives. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്. But there is one thing that is for sure. യേശു നമ്മിലുണ്ടെങ്കിൽ, If Jesus is in our lives, യേശുവിന്റെ വെളിച്ചം നമ്മിലുണ്ടെങ്കിൽ, if the light of Jesus ഒരു fills our കാര്യം lives, ഉറപ്പ് പറയാം, ഒരു ഇരുട്ടിന്റെ ശക്തിയും നിന്നെ തൊടുകയില്ല. we can be confident that no darkness will touch you. ഹല്ലേലൂയ. ഇതാ പറയുന്നേ, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. It says the verse says the light shines in darkness ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. and the darkness will not overcome ഇവിടെ it. നിന്നുകൊണ്ട് ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാം. Let me remind you one thing today. ഇരുളുള്ളിടത്താണ് വെളിച്ചത്തിന്റെ ആവശ്യം. It's in darkness that we need the light. ഹലോ, മനസ്സിലാവുന്നുണ്ടോ? Do we understand this? ഇരുളുള്ളിടത്താണ് വെളിച്ചത്തിന്റെ ആവശ്യം. It's in darkness that we need light. അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ ഇരുട്ടുണ്ടെങ്കിൽ, If that's the case, if there's darkness in our lives, അല്ല ഇന്ന് തിരിച്ചറിയണം, അത് നിനക്ക് നമുക്കുള്ളതല്ല, അത് ശത്രുവിൻ്റെതാ, അത് എൻ്റെ ജീവിതത്തിൽ നടക്കുകയില്ലെന്ന് പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ അതിനെ കാസ്റ്റ് ഔട്ട് ചെയ്യണം. and if we recognize that there is darkness in our lives, then we must recognize that it is not from us, that is from the enemy, and we must cast it out in the name of Jesus. ഇവിടെ പറയുന്ന ഇരുട്ടില്ലാത്തടത്തേക്ക് ഞാൻ നിന്നെ നയിക്കാമെന്നൊന്നുമല്ല ദൈവം പറയുന്നേ. God does not say that I will lead you to darkness. നീ ഏതുവഴി പോയാലും അവിടെ വെളിച്ചമായിരിക്കും. And he says that wherever you go there will be light. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നേ? Do you understand what I'm trying to say? ഇരുട്ടുള്ളിടത്തേക്ക് ദൈവം നിന്നെ അയക്കും. There will be darkness, a place of darkness is where God will lead you. ആ ഇരുട്ട് നിന്നെ തൊടുകയില്ല. But the darkness will not touch you. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. Can we read വെളിച്ചം that ഇരുളിൽ again? പ്രകാശിക്കുന്നു. The light shines in darkness. അല്ലെങ്കിൽ ഒന്ന് പറയണം, അത് എന്നിലുള്ള വെളിച്ചം ഇരുളിൽ പ്രകാശിക്കും. We must say that the light within me will shine in the ഇരുളോ darkness. എന്റെ വെളിച്ചത്തെ തൊടുകയില്ല. And we must say that the darkness around me will not touch me. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിലെ വിശ്വാസി കടന്നു വന്നിട്ട് പല വിഷയങ്ങളും കടന്നു വന്നു എന്നല്ല നമ്മൾ പറയാറുണ്ട്. We say that there has been so many issues that have come since we've known പക്ഷേ ഈ God. വാക്യത്തിന്റെ അടിസ്ഥാനം ഞാൻ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, But I want to remind you one thing on the basis of this verse. വിശ്വാസത്തിൽ കടന്നു വന്നതുകൊണ്ട് നിങ്ങളിൽ ദൈവത്തിന്റെ വെളിച്ചം വന്നിരിക്കുകയാണ്. Since you've come to faith, the light of God has entered into your life. അതുകൊണ്ട് നീ പോകുന്ന ഇടത്തെല്ലാം ഇരുള് മാറി അവിടെ വെളിച്ചമാകാൻ ദൈവം ആഗ്രഹിക്കുന്നു. And so God desires that through all the darknesses the light of God will shine through you. ഇരുട്ട് വെളിച്ചത്തെ ഓവർകം ചെയ്യുന്നെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കോ, നമ്മുടെ വെളിച്ചം കെട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. And if the darkness around you is conquering your life, you must remember that the light within us is being മനസ്സിലാവുന്ന കാര്യങ്ങൾ extinguished. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Can we praise God if you understand this? ജീവിതത്തിൽ വിഷയങ്ങൾ കടന്നു വരും. There will be many issues that will come പക്ഷേ into our life. വിഷയത്തിന്റെ മേലെ ഓവർകം ചെയ്യാൻ ഒരു ശക്തി, ദൈവിക ശക്തി ദൈവം നമുക്ക് But തരികയാണ്. God will give us the strength to overcome all the ഞാൻ problems in our life. പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. With you I will go against the enemy. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. And with you I will scale walls.
ഹല്ലേലൂയ, വിശ്വസിക്കണം. We must have faith. ഹല്ലേലൂയ, ദൈവത്തിന്റെ പദ്ധതികളിലേക്ക് നാം എടുത്തെറിയപ്പെടേണ്ടത് ആവശ്യമാണ്. We must be led into the will of God. ദൈവത്തിന്റെ മഹത്വം വരുമ്പോ, അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം വരുമ്പോ, ഹല്ലേലൂയ, നമ്മുടെ തേജസ്, നമ്മൾ ദൈവിക തേജസ് വെളിപ്പെടും. When the presence of God comes to us, then the glory of God begins to reveal through us. അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലെല്ലാം നമുക്ക് കാണുവാൻ കഴിയും. We see the evidence of it in the Old Testament and New Testament. ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുമെന്ന മോശ ഇറങ്ങി വരുമ്പോ, When Moses, who was with in the presence of God, he comes down the mountain. ഹല്ലേലൂയ, ദൈവത്തിന്റെ തേജസ് മുഖേന ഒരു വെളിച്ചം അത് മോശയുടെ മുഖത്ത് അത് പ്രകാശമായി മാറി. The glory of God began to reflect through his face. His face began to shine. നമ്മുടെ ജീവിതത്തിലും അതുപോലെ മാറണമെന്ന് ആഗ്രഹിക്കുക. Do you desire that our lives should also be the same? മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ In the Gospel of Matthew chapter 17 verse 5 to 8. ഒന്ന് വായിച്ചാട്ടെ, ഒന്നാമത്തെ വാക്യം. ഒന്നാമത്തെ മത്തായി സുവിശേഷം 17:1 6. ആ ആ ആ ആ ശ്രദ്ധിക്കണം, ഈ സാഹചര്യം നമുക്കറിയാം. ഞാൻ ഇത്രമാത്രം പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകുകയാണ്. We know the background of all of this, so I'm going to go ahead. നാം ദൈവസന്നിധിയിൽ അടുത്ത് ചെല്ലുമ്പോൾ, When we come closer in the presence of God, നാം ദൈവത്തിന്റെ സാന്നിധ്യം നാം വഹിക്കാൻ തുടങ്ങുമ്പോൾ, when we begin to bear the presence of God in our life, മറ്റുള്ളവർ തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ പറ്റും. people around us will be able to see the change and the നമ്മൾ transformation ആരോടും in us. പറയണ്ട. We don't have to say anything to അല്ല, anyone. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നത് മറ്റുള്ളവർ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങും. But the answers of the prayer will be witnessed by others in our അത് life. നമ്മുടെ കഴിവ് കൊണ്ടല്ല. It's not because of our talents. എനിക്ക് കഴിവില്ല എന്ന് പറഞ്ഞ് നാം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ്. It's because you have confessed that you do not have enough talents and you come ശ്രദ്ധിക്കണേ, before God. ദൈവത്തിന്റെ വെളിച്ചം നമ്മിൽ വെളിപ്പെടണമെങ്കിൽ നാം എന്ത് ചെയ്യണ്ടേ? What must we do if God's light should be revealed to നമ്മുടെ our life? ഞാൻ എന്ന ഭാവത്തെ എടുത്ത് കളയണം. We must take our ego and the sense of me from away from me. യേശുവേ, ഞാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞ് We come before God and say, God, I am nothing. ആ ദൈവത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു And കൊടുക്കണം. we must give ourselves അപ്പൊ to ദൈവം God. പറയും, ഞാൻ ഉണ്ടടാ നിന്റെ കൂടെ. At that point, God says that I will ഞാനുണ്ട് be മകളെ with നിന്റെ you. കൂടെ. I will be with you, son, my അല്ലെങ്കിൽ daughter. അങ്ങനെയെങ്കിൽ ആ ദൈവശബ്ദം കേട്ട് നമുക്ക് മുന്നേറുവാൻ കഴിയും. And with the help of that voice, we will be led in our life. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലൂടെ ഹല്ലേലൂയ നമുക്ക് രക്ഷയുണ്ട്. We have a salvation with the cross of Christ. ഹല്ലേലൂയ. അത് ഈ നമ്മുടെ ജീവിതത്തിലുള്ള ദൈവിക വഴി നടത്തൽ എന്ന് പറഞ്ഞാൽ ഈ ലോകം കൊണ്ടൊന്നും തീരുന്നതല്ല. God's leading in our life does not end with our life here on earth. ഹല്ലേലൂയ. നമ്മളെ നിത്യതയിലും ദൈവത്തോട് ചേർന്ന് നടത്തുന്നതാ. He leads us even unto the eternity to be with him. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ഒരു പുതിയ സൃഷ്ടിയാകുമ്പോഴാണ് അത് തുടങ്ങുന്നത്. It begins with us being new creations. ഹല്ലേലൂയ. അതുകൊണ്ടല്ലോ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1:13 ഇങ്ങനെ പറയുന്നേ. Colossians chapter 1 verse 13, it says so. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി. He has delivered us from the domain of darkness and transferred us to the kingdom of his beloved son. ശ്രദ്ധിക്കണേ, Please pay നാം attention. എവിടെ കിടന്നിരുന്നേ? Where were we before? ഇരുട്ടിന്റെ അധികാരത്തിലാണ് കിടന്നത്. We were under the dominion of darkness. ശത്രുവിന്റെ പിടിയിലായിരുന്നു We കിടന്നത്. were in the hands of our enemies. പക്ഷേ അതിൽ നിന്ന് സ്നേഹസ്വരൂപനെ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച ഒരു ദൈവമുണ്ട്. But God, he transferred us from there and put us in the kingdom of his beloved son. വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? Do we believe this? അല്ലെങ്കിൽ അങ്ങനെയെങ്കിൽ അന്ധകാരത്തിന് എൻ്റെ മേൽ ശക്തി, എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിനക്ക് യാതൊരു സ്ഥാനവും ഇല്ലെന്ന് പറയണം. If that's the case, then we must tell the darkness that darkness, you do not have any authority over my life. ആ ദൈവിക പ്രവൃത്തി നമ്മൾ തുടങ്ങണമെങ്കിൽ നാം ചെയ്യേണ്ടത്, If that working of God should begin in our life, ഹല്ലേലൂയ, ഹല്ലേലൂയ, മുഴുവനായ ഒരു കീഴടങ്ങലാണ്. then we must consecrate completely into his hands. ഹല്ലേലൂയ. നിസ്സഹായത, നമ്മുടെ നിസ്സഹായത എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് ദൈവത്തോട് സമ്മതിക്കണം. We must accept our helplessness before God. പലപ്പോഴും നമ്മൾ പറയുന്നത് പിശാചെ ഒന്ന് വിട്ടുപോകാനാ പറയുന്നത്. Many times we tell devil, go away from me. അത് നമ്മൾ റിക്വസ്റ്റ് ഭാഷയല്ല പറയുന്നത്. But we always request the devil to go away. പക്ഷെ അങ്ങനല്ല പറയേണ്ടേ. But we must not do so. ഹല്ലേലൂയ. നമ്മൾ പറയേണ്ടത് അധികാരത്തോടെയാ
പിശാചിനോട് സംസാരിക്കേണ്ടത്. We must speak with authority when we are speaking to the ആ devil. അധികാരം തിരിച്ചറിയുമ്പോൾ മാത്രമേ നമുക്ക് അങ്ങനെ ബോൾഡായിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. But it's only after we recognize the authority of God that we begin to speak with boldness. ഒരു അധികാരം തിരിച്ചറിയാത്ത വ്യക്തി ഇപ്പോഴും ഹല്ലേലൂയ കടന്ന് നിലവിളിക്കുന്നുണ്ടാകാം. A person who does not understand or recognize the authority will still be crying. ദൈവത്തിലെ നമ്മുടെ അധികാരം തിരിച്ചറിഞ്ഞ് ശത്രുവിനോട് കൽപ്പിക്കണം, മറിച്ച് ദൈവത്തിന്റെ മുമ്പാകെ സറണ്ടർ ആകണം. So we must understand who we are, and we must understand the authority and speak with that boldness to the devil, and we must submit completely before God. ഹല്ലേലൂയ ദൈവത്തിന്റെ വെളിച്ചം നമ്മിലൂടെ ദേശം കാണണം. And through us the land should see the glory of God. ഹല്ലേലൂയ ഇത് വെറും ഒരു എന്താ പറയുന്നേ ഒരു പ്രകാശിക്കണം, ഓക്കെ ഞാൻ പ്രകാശിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് പോകുന്നതിലുപരി ഈ ഡെപ്തിലേക്ക് ഈ സ്റ്റെപ്പുകളിലൂടെ ദൈവപ്രകാശം, ദൈവത്തിൻ്റെ ശോഭ ഈ ദേശം കാണത്തക്ക വിധത്തിൽ വെളിപ്പെടാനൊന്ന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. It should not be a mere proverb, but we must submit ourselves in reality and be willing to take steps with God so that the land will see the glory of God. ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്ന ഇരുവായ്ത്തലയുള്ള വാളാ. The word of God is a double-edged sword. ഹല്ലേലൂയ അങ്ങനെയെങ്കിൽ ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ ഏൽപ്പിച്ചു കൊടുക്കണം. If that's the case, then we must surrender when we hear the word of God. ഹല്ലേലൂയ അത് എങ്ങനെയാ സംഭവിക്കുന്നത്? How does that happen? ദൈവവചനത്തിലൂടെ ദൈവം നമ്മെ ശക്തീകരിക്കും. Through the word of God, God strengthens our life. പാസ്റ്ററെ പ്രകാശിക്കണം എങ്ങനെ പ്രകാശിക്കാൻ പറ്റും? Pastor, you say that I should shine, but how does that happen? ഹല്ലേലൂയ അത് ദൈവത്തിന്റെ ന്യായപ്രമാണം അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൈവിക വചനം നാം ധ്യാനിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം നാം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. That happens when we begin to meditate the word of God and we begin to listen to his word. അതാ ഇങ്ങനെ കാണുന്നേ, സങ്കീർത്തനം 1:2 ഇങ്ങനെ കാണാം, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. Psalm 1:2 says that he who delights in the law of the Lord and he who meditates in the word of God day and night, he is blessed man. ധ്യാനിക്കണം, അത് ആര് ചെയ്യേണ്ടതാ? We must meditate. Who does that? അത് പാസ്റ്റർ ചെയ്യേണ്ടതല്ല, It's not the pastor who should be doing that. ഞാനടക്കം നമ്മളെല്ലാവരും ഓരോരുത്തർ ചെയ്യേണ്ടത്. Including me, or each one of us, we must meditate the word of God. ലേഖനം 2:1 ഇങ്ങനെ കാണുവാൻ കഴിയും. Hebrews 2:1 says, അതുകൊണ്ട് നാം വല്ലപ്പോഴും പോകാതിരിക്കേണ്ടതിനെ കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാണ്. Therefore we must pay closer attention to what we have heard, lest we drift away from it. കേട്ടത് അധികം ശ്രദ്ധയോടെ, That which you've heard, so that we pay closer attention. അപ്പം മനസ്സിരുത്തി വായിക്കണം. And so we must pay attention and read closely what we have heard. മനസ്സിലാവുന്നുണ്ടോ? Do we understand this? രണ്ട് രീതി വായിക്കാം. ബൈബിൾ വായിച്ചു. There are two ways of reading the Bible. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? Do we understand this? ബൈബിൾ വായിച്ചു. Did you read the Bible? Yes, we have already done that. ഹല്ലേലൂയ ഒഴുകി പോകാൻ ഇടയുള്ളത് കൊണ്ട് മനസ്സിരുത്തി വായിക്കണം. But there is a chance that all of that might escape you, so you must read it closely. ഹല്ലേലൂയ ദൈവത്തിന് മുമ്പാകെ കടന്നു വന്നിട്ട് പറയണം, When we come to God, we must say, ദൈവമേ എൻ്റെ കണ്ണൊന്ന് തുറക്കണമെന്ന് പറയണം. Oh God, please open my eyes. സങ്കീർത്തനക്കാരൻ അങ്ങനെ പറയുന്നു. 119 സങ്കീർത്തനം 18 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നേ, Psalm 119:18 says so. നിന്റെ ന്യായപ്രമാണത്തിൽ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. Open my eyes that I may behold the wondrous things of your law. ആരാധന ഒരു വികാരത്തിന്റെ അടിസ്ഥാനത്തിലാകരുത്. Our worship should not be an emotional response. ഹല്ലേലൂയ ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുള്ള നമ്മുടെ പ്രതികരണമാകണം. It should be a response because of our recognition of the presence of God. ശബ്ദം കേട്ട് കീബോർഡിന്റെ ഇൻഫ്ലുവൻസ് ആകരുത് നമ്മളെ ആരാധനയിലേക്ക് നയിക്കുന്നത്. It should not be the influence of the keyboard that we worship. നാം അറിയുന്ന ദൈവസാന്നിധ്യം നമ്മെ ആരാധനയിലേക്ക് നടത്തുന്നത് ആവശ്യമാണ്. But the presence of God that we recognize should lead us into the worship of God. ആരാധന ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ടാ വരണ്ടേ. The worship of God must come from within us and out into outside. ഹല്ലേലൂയ അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മിൽ നിന്ന് ദൈവസാന്നിധ്യം ദേശം കാണത്തക്ക വിധത്തിൽ വെളിപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. So in that case, God desires that the land recognizes the glory of God that comes through us. പ്രതിസന്ധികൾ ഒത്തിരി ഉണ്ടാകാം. There may be many problems. പക്ഷേ അതിന്റെ നടുവിലും But in the midst of all of it, ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ കാരാഗ്രഹമാണെങ്കിലും ആരാധിക്കാൻ തുടങ്ങും. if we recognize the presence of God even in the prison, we will be able to worship Him. പൗലോസും ശീലാസും അപ്പോസ്തല പ്രവൃത്തി 16:25-26 വാക്യങ്ങൾ ഇങ്ങനെ കാണാം.
In Acts chapter 16 verse 21 and 22 we see this. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. In the midnight Paul and Silas they are in dungeon and they began to കൈയും worship കാലും God. ആമത്തി കിടക്കുമ്പോ എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും? How can someone praise God when their hands are bound? അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അവരിലെ പുറത്തെ സർക്കംസ്റ്റാൻസസ് അല്ല അവരുടെ സന്തോഷത്തെ നിയന്ത്രിച്ചത്. And that's why I told you earlier that it's not the outer circumstances that should lead our അവർ lives. അനുഭവിച്ചതും അവരുടെ ഉള്ളിലുള്ള ആ ദൈവിക സന്തോഷം അവരുടെ ആരാധനയിലേക്ക് നയിച്ചു. But the Paul and Silas, the inner happiness was leading their worship. ഹല്ലേലൂയ. ആ ആരാധന ചുറ്റുമുള്ളവർക്ക് വരെ വിടുതലായി മാറി. And their worship was the reason for a deliverance for people around them. 26-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണാം, പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി, കാരാഗൃഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി. And it says that in the midnight there was an earthquake and the prison doors were opened. ഇങ്ങനെ അതിനുശേഷം ഇങ്ങനെയല്ല പറഞ്ഞേ, പൗലോസിന്റെയും ശീലാസിന്റെയും ചങ്ങല അഴിഞ്ഞു വീണെന്നല്ല പറഞ്ഞേ. എന്താ പറയുന്നേ? എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. And verse 26 says that immediately all doors were opened and everyone's bonds were unfastened. അതിനകത്ത് പൗലോസ് ശീലാസും ഉണ്ടെന്നേ. And with all of them there were Paul and Silas as well. ഹല്ലേലൂയ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. There is one thing to be noted. നാം ദൈവത്തോട് അടുത്ത് വരുമ്പോൾ ഉണ്ടല്ലോ, When we come closer to God, നമ്മുടെ വിടുതൽ നടക്കും മാത്രമല്ല, ചുറ്റുമുള്ളവരുടെയും വിടുതൽ നടക്കുകയാണ്. it's not just our deliverance that happens, but deliverance around us will take place. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന്റെ അടുത്തേക്ക് അടുത്ത് വരുമ്പോ, Today when we come closer to God, ദൈവമേ അങ്ങയുടെ സാന്നിധ്യം എന്നിലൂടെ മറ്റുള്ളവർ അറിയത്തക്ക വിധത്തിൽ ദൈവമഹത്വം വഹിക്കാൻ ഏൽപ്പിച്ചു തരുന്നു എന്നൊന്ന് പറയണം. we must say that God, I submit myself that I may bear the glory of God so that others would be able to see it as well. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തണം. Our prayers must reach the presence of God. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദാനിയേലിന്റെ പ്രാർത്ഥന തടഞ്ഞു വെച്ച ദേശാധിപതികളുടെ ശക്തികളുണ്ട്. There were authorities that held David's prayers. ഹല്ലേലൂയ. പക്ഷേ ദാവീദ് പ്രാർത്ഥിക്കാൻ മനസ്സ് വെച്ച ആദ്യ ദിവസം തന്നെ ഹല്ലേലൂയ പ്രാർത്ഥന കേട്ട ഒരു ദൈവത്തെ എനിക്കറിയാം. But the Bible says that the first day that Daniel resolved to pray, the answer was readily ഞാൻ given to ഇങ്ങനെ him. പറഞ്ഞ ഭാഗം വിടുകയാ. I'm going to leave it here. മനസ്സ് വെച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും മറുപടി, ദൈവിക മറുപടി നീ കാണുക തന്നെ ചെയ്യും. If you pray with a resolve, then you shall surely receive an answer to your prayers. ഹല്ലേലൂയ. 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 നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രകാശമായി നാം മാറേണ്ടത് ആവശ്യമാണ്. We must submit our lives so that the ഒരു light കാര്യം of God is കൂടെ revealed in our പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് കർത്തൃമേശയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. One more thing I'd like to share before entering into the ഹല്ലേലൂയ. table of God. ഹല്ലേലൂയ. നമ്മുടെ ഗേറ്റ്സ് നാം സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. We must protect our gates. Guard your gates. We must guard our gates in our ഹല്ലേലൂയ. life. നമ്മുടെ കണ്ണുകളെ നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. We must guard our eyes in life. ഹല്ലേലൂയ. അത് സങ്കീർത്തനങ്ങൾ 101:3 Psalm 101 verse 3. ഒന്ന് വായിച്ചേ. Can we read that? ഞാൻ ഒരു നീച്ച കാര്യം എൻ്റെ കൺമുമ്പിൽ വെക്കുകയില്ല. I will not set before my eyes anything that is worthless. ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു. അത് എന്നോട് ചേർന്ന് പറ്റുകയില്ല. I hate the works of those who fall away. I shall not cling to ഒന്ന് me. നാം ശ്രദ്ധിക്കണം. We must be careful in this ഒരു regard. ഗ്യാപ്പ് കൊടുക്കാൻ സമ്മതിക്കല്ലേ. We must not give a foothold to അല്ലെങ്കിൽ the നമ്മുടെ evil. കണ്ണ് ദൈവഹിതമില്ലാത്തത് കാണണ്ട എന്ന് നാം തീരുമാനിക്കണം. We must resolve that our eyes will not see anything that is നമ്മുടെ worthless. ചിന്തകളെ നമുക്ക് നിയന്ത്രിക്കണം. We must guard our thoughts. അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ പലപ്പോഴും നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങുന്നേ. Many times it's our thoughts that begin to lead us. 2 Corinthians chapter 10 verse 5 ൽ ഇങ്ങനെ കാണുവാൻ കഴിയും. 2 Corinthians chapter 10 verse 5 says so. ഒന്ന് വായിക്കാമോ? 2 Corinthians 10 verse 5. അവയാൽ ഞങ്ങൾ ശ്രദ്ധിക്കണേ, സങ്കല്പങ്ങളെ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞ് ഏതു വിചാരത്തെയും ക്രിസ്തുവിനുള്ള അനുസരണത്തിനായി പിടിച്ചടക്കേണ്ടത് ആവശ്യമാണ്. We destroy every argument, every lofty opinion raised against the knowledge of God. ആർക്കോ എന്തോ നടന്നു എന്ന് പറഞ്ഞിട്ടാ കിടന്ന് ടെൻഷൻ അടിക്കുന്നേ. We begin to we become anxious for certain things. ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? Please pay attention to what I'm saying. ആർക്കോ എന്തോ നടന്നു എന്ന് ആരോ വന്ന് നമ്മുടെ ചെവി പറഞ്ഞ മനസ്സിൽ കിടക്കുക. We think about the things that someone said that happened to someone else. യേശുവിന്റെ നാമത്തിൽ നടക്കുകയെന്ന് പറയണം. And we must say that in the name of Jesus that will not happen in my life. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ദൈവിക നന്മ കാണുമെന്ന് പറയാൻ തുടങ്ങണം. We must say that I will see the goodness of Lord in my life. പിശാച് കൊണ്ടുവന്നിടുന്ന ചിന്തകളെ ക്യാൻസൽ ചെയ്യാൻ തയ്യാറാകണം. We must cancel the thoughts that the enemy begins to ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇങ്ങനെ കാണുന്നത് സദൃശവാക്യങ്ങൾ 4:23 ഇങ്ങനെ കാണാം, സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ
കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. Proverbs 4 verse 23 says that guard your life and your tongue, for all goodness comes from it. ഹല്ലേലൂയ. നിന്റെ ഹാർട്ട്, ഹൃദയം ഒന്ന് കാക്കണം. We must guard our hearts. ഹല്ലേലൂയ. ഹൃദയത്തെ അപ്സെറ്റ് ചെയ്യുന്ന വാക്കുകൾ കേൾക്കാൻ നിൽക്കണ്ട. We must not wait and so that we listen something that upsets our heart. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് ദൈവത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? If that's the case, are you willing to submit yourself to God? ഇതെല്ലാം പറഞ്ഞ് എന്തിനാണെന്നറിയാമോ? Why did I say all of this? ദൈവത്തിന്റെ പ്രകാശം നമ്മിലൂടെ പ്രകാശിക്കണം. We must be a vessel for the light of God to be seen in this world. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? Let us consecrate ourselves this way. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാനിവിടെ അത് കൺക്ലൂഡ് ചെയ്യുകയാണ്. I would like to conclude my message here. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം നമ്മിൽ വെളിപ്പെടണം. God's glory must be revealed in our life. സംഗീതക്കാരനോട് ചേർന്ന് പറയാമോ? Can we say, as the psalmist says, നീ എൻ്റെ ദീപത്തെ കത്തിക്കും, you will light my lamp, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. and my Lord, he will remove the darkness. ഒന്ന് ചേർന്ന് പറയാമോ? Can we say that along with the psalmist? അന്ധകാരം ഇല്ലാത്ത ഒരിടത്തേക്കല്ലെന്നായിരിക്കും നമ്മൾ പോകുന്നേ. We might be in a place of darkness. ഹല്ലേലൂയ. നമ്മൾ പോകുന്ന ഇടത്ത് അന്ധകാരം ഉണ്ടെങ്കിലും ആ അന്ധകാരം നമ്മെ തൊടുകയില്ല. നാം അന്ധകാരത്തിന്റെ മേൽ ജയം കൊണ്ടാടും. But even if we are led into darkness, the darkness will not touch us. The light in us will shine into the darkness. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ചേ. Let us close our eyes. ഹല്ലേലൂയ. നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. And let us all pray together. ഹല്ലേലൂയ. നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജിജു ബ്രദർ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. And as we all pray together, I would request Jitu brother to pray. Hallelujah, hallelujah, Lord Jesus.